السلام عليكم. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. സ്നേഹനിധികളായ മുത്തുമിനീങ്ങളെ, ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നുപോയ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. ഈ സയ്യിദീയ മജ്ലിസിലേക്ക് ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അവരെ ചെറുതും വലുതുമായ എല്ലാ മുറാദുകളും നീ ഹസിലാക്കണേ അല്ലാ. അവരുടെ ഉദ്ദേശങ്ങൾ നീ സഫലീകരിച്ചു കൊടുക്കണേ അല്ലാ. അവരെ ചെറുതും വലുതുമായ എല്ലാ മുറാദുകളും നീ ഹസിലാക്കണേ അല്ലാ. ഹലാലായ മുറാദ് നീ ഹസിലാക്കണേ അല്ലാ. ഹലാലായ മുറാദുകൾ നീ ഹസിലാക്കണേ തമ്പുരാനെ. ഈ മജ്ലിസിനെ ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്നവർ, ഒരു മജ്ലിസ് പോലും മുടക്കാത്തവർ, അല്ലാഹുവേ തക്കതായ പ്രതിഫലം നീ കൊടുത്തനുഗ്രഹിക്കണേ അല്ലാ. ഇരു വീട്ടിലും അല്ലാഹുവേ നീ കൊടുത്തനുഗ്രഹിക്കണേ അല്ലാ. പരാജിതരിൽ അല്ലാഹ് ഞങ്ങളെ നീ ഉൾപ്പെടുത്തല്ലോ അല്ലാ. പരാജിതരിലല്ലോ ഞങ്ങളെ നീ ഉൾപ്പെടുത്തല്ലോ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ വിജയം നൽകണേ അല്ലാ. നീ വിജയം നൽകണേ അല്ലാ. നീ വിജയം തന്നനുഗ്രഹിക്കണേ തമ്പുരാനെ. ഇൻഷാ അല്ലാ പവിത്രമാക്കപ്പെട്ട ശവ്വാൽ മാസത്തിലെ 16-ാമത്തെ പകലിലാണ് മുഅ്മിനീങ്ങളെ ഞാനും നിങ്ങളും നിലകൊള്ളുന്നത്. ഇൻഷാ അല്ലാ ഇന്നത്തെ മജ്ലിസ് ദിക്റുകൾ ചൊല്ലി, നമ്മൾ ദായിമാക്കുന്ന ദിക്റുകൾ ചൊല്ലി, ഇസ്തിഗ്ഫാറുകൾ ചൊല്ലി, സ്വലാത്ത് ചൊല്ലി കൂട്ടമായിട്ടുള്ള ദുആഇന്റെ വലിയ മജ്ലിസാണ്. വലിയ ഉത്തരം കിട്ടുന്ന മജ്ലിസാണ് എൻ്റെ മുഅ്മിനീങ്ങളെ നമ്മൾ ഈ സയ്യിദിയ മജ്ലിസ്. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ, മുന്നേയുള്ള മജ്ലിസിൽ പറഞ്ഞതുപോലെ, നമ്മളെ പാപങ്ങൾ പൊറുക്കാൻ, നമുക്ക് ധാരാളം അനുഗ്രഹങ്ങൾ ഉണ്ടാവാൻ, ധാരാളം നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ ഈ ദിക്റിന്റെ ദുആഇന്റെ മജ്ലിസ് നമ്മൾക്കൊരു കാരണമാകും. ലഹും മഗ്ഫിറത്തുൻ വ അജ്റുൻ അളീം. നമ്മളെ പാപങ്ങൾ, ലഹും മഗ്ഫിറത്തുൻ, നമ്മളെ പാപങ്ങൾ പൊറുക്കാൻ ഈ ദിക്റിന്റെ കൂട്ടമായിട്ടുള്ള ഈ മജ്ലിസ് കാരണമാകും. നമ്മളെ ജീവിതത്തിൽ അറിഞ്ഞു വന്നു പോയ പാപങ്ങൾ, അറിയാതെ വന്നു പോയ പാപങ്ങൾ എല്ലാം പൊറുക്കണം. അല്ലാഹു നമുക്ക് പുറത്തു നൽകണം മുഅ്മിനീങ്ങളെ ഈ മജ്ലിസ് കൊണ്ട്. എന്നിട്ട് അല്ലാഹു നമ്മുടെ തേട്ടം അല്ലാഹു സ്വീകരിക്കണം. നമ്മളെ മുറാദുകൾ അല്ലാഹു സ്വീകരിക്കണം. അല്ലാഹു ഹസിലാക്കി നൽകണം. അല്ലാഹുവേ നീ ഹസിലാക്കി നൽകണേ അല്ലാ. ഞങ്ങൾക്ക് നീ ഹസിലാക്കണേ അല്ലാ. ലഹും മഗ്ഫിറത്തുൻ വ അജ്റുൻ അളീം. ധാരാളം പ്രതിഫലങ്ങൾ കൊയ്തെടുക്കാൻ ഈ മജ്ലിസിനെ കൊണ്ട് കാരണമാകണം. എൻ്റെ മുഅ്മിനീങ്ങളെ, കാരണമാകണം. അല്ലാഹു നമ്മളെ പാപങ്ങൾ പുറത്തു നൽകി അല്ലാഹു വലിയ നേട്ടങ്ങൾ ഈ മജ്ലിസ് കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ കഴിയണം. ദുനിയാവിലത്തെയും ആഖിറത്തിലെയും, നാളെ ആഖിറത്തിലെയും നേട്ടങ്ങൾ ഈ മജ്ലിസ് കൊണ്ട് കൊയ്തെടുക്കാൻ കഴിയണം. ദുനിയാവിലെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് ഭർത്താവിന് നല്ല ഹൈറായ ജോലി വേണം, ഭർത്താവിൻ്റെ ദുശീലങ്ങളൊന്ന് മാറിക്കിട്ടണം, ഭർത്താവിൻ്റെ പരസ്ത്രീ ബന്ധങ്ങളൊന്ന് മാറിക്കിട്ടണം. അതൊക്കെയാണ് നമുക്ക് ദുനിയാവിലെ ആഗ്രഹങ്ങൾ. മകൻ്റെ കാര്യത്തിൽ ജോലി റെഡിയാവണം, മകൻ്റെ കല്യാണക്കാര്യം ഒന്ന് റെഡിയാവണം. എൻ്റെ കണ്ണടയുന്നതിന് മുമ്പ് അവരുടെ ജോലിയും കല്യാണം അവനൊന്ന് സെറ്റായി ഒന്ന് കണ്ടാൽ മതി. അവനക്കൊരു ജോലി വേണം, എന്നിട്ട് ഒരു ഹൈറായൊരു ബന്ധം, ഒരു ഇണ വേണം. എത്രയോ ആളുകൾ പൊട്ടിക്കരഞ്ഞ് സങ്കടം പറയുന്നവരിലുണ്ട്. അതുകൊണ്ട് എൻ്റെ മുഅ്മിനീങ്ങളെ ഈ മജ്ലിസിലിരിക്ക് ധാരാളം ആളുകൾക്ക് ഉത്തരം ലഭിച്ച മജ്ലിസാണ്. കാരണം എന്താണ്? ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഇത് സാധാരണ മജ്ലിസല്ല. മഹാനായ ഉപ്പാപ്പ ജമലുല്ലൈൽ ഉപ്പാപ്പ, ഞാൻ എല്ലാവർക്കും മജ്ലിസ് സ്ഥിരമായി കാണുന്നവർക്ക് അറിയാവുന്നതാണ് ഉപ്പാപ്പയുടെ കറാമത്തുകൾ. ഉപ്പാപ്പയുടെ ജീവിതകാലത്ത് ഉപ്പാപ്പ ചെയ്ത കറാമത്തുകൾ എല്ലാവർക്കും അറിയുന്നതാണ്. ഉപ്പാപ്പ ഇന്തോനേഷ്യയിലെ അച്ചീര സുമാത്ര ദ്വീപിൽ നിന്നും കടലിൽ മുസല്ല വിരിച്ചുകൊണ്ട് കടലുണ്ടി തീരത്തണഞ്ഞതാണ്. മഹാനായ ബാഹസൻ ജമലുല്ലൈൽ ഉപ്പാപ്പ.
ഒരു കാലത്തിന്റെ ഖുതുബായിരുന്നു ഉപ്പാപ്പ. ആ ഉപ്പാപ്പയുടെ നോട്ടവും കാവലുമുള്ള മജ്ലിസാണ്. അതുകൊണ്ട് തന്നെ മുഅ്മിനീങ്ങൾ ഇത് പരാജയപ്പെടൂല. ഈ മജ്ലിസിലിരുന്ന് നിങ്ങൾ ദിക്ർ ചൊല്ലി ദുആയിൽ പങ്കെടുത്ത് നിങ്ങൾക്കൊരു പരാജയം ഉണ്ടാവൂല. നിങ്ങൾക്ക് ആഖിറവും, നിങ്ങൾക്ക് ദുനിയാവിലും നിങ്ങൾക്ക് രക്ഷ ഉണ്ടാവും, ആഖിറത്തിലും നമുക്ക് രക്ഷ ഉണ്ടാവും. അപ്പൊ നമ്മൾ വിജയിയാണോ എന്ന് നിങ്ങൾ തീരുമാനിക്കും. അപ്പൊ നമ്മൾ വിജയികളിൽ ചേർന്നോ ഇല്ലേ എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട മുഅ്മിനീങ്ങളെ, ചിന്തിക്ക്. ദുനിയാവിലും രക്ഷയുണ്ടാവും, നാളെ മരിച്ചുപോയാൽ ആഖിറത്തിലും നമുക്ക് രക്ഷയാണ് ഈ മജ്ലിസ് കൊണ്ട്. ഈ മജ്ലിസ് കൊണ്ട് എന്നെ മുഅ്മിനീങ്ങളെ എല്ലാവരും പങ്കെടുത്തുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടി ഈ ദിക്റുകൾ ചൊല്ല. മഹാന്മാരുടെ ഹദ്റത്തിലേക്ക് വിളിക്കുന്ന ഫാത്തിഹ കൂട്ടമായി നമുക്ക് ഓതാം. പിന്നെ ദിക്റുകൾ ചൊല്ലി കൂട്ടമായിട്ടുള്ള ദുആ, അല്ലാഹു നീ സ്വീകരിക്കണേ അല്ലാഹ്, ഞങ്ങൾ ചൊല്ലുന്ന ദിക്റുകളെ നീ സ്വീകരിക്കണേ അല്ലാഹ്, ദുആഇനെ നീ കബൂലാക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. ഉപ്പാപ്പയുടെ നോട്ടവും കാവലുമുള്ള മജ്ലിസാണ് മുഅ്മിനീങ്ങളെ ഈ സയ്യിദിയ മജ്ലിസ്. ഉപ്പാപ്പയുടെ സമ്മതം ചോദിച്ചിട്ടാണ്. ഞങ്ങളൊക്കെ ഉപ്പാപ്പയാണ്, ഞങ്ങളൊക്കെ വല്ലിപ്പയാണ് ജമലുല്ലൈൽ ഉപ്പാപ്പ. ആ ഉപ്പാപ്പയുടെ ഹദ്റത്തിൽ പോയി സമ്മതം ചോദിച്ചിട്ടാണ് എൻ്റെ മുഅ്മിനീങ്ങളെ മജ്ലിസ് സംഘടിപ്പിക്കുന്നത്. മജ്ലിസ് ഏത് അമല് പറഞ്ഞാലും മജ്ലിസ് എടുക്കാനും, നമ്മൾ 5:30 ഈ മജ്ലിസ് എടുക്കാനും ഉപ്പാപ്പയുടെ സമ്മതം ചോദിച്ചിട്ട്, അല്ലാഹുവേ അവിടുത്തെ ദറജ നീ ഏറ്റി ഉയർത്തണേ അല്ലാഹ്, അവിടുത്തെ ദറജ നീ ഏറ്റി ഉയർത്തണേ അല്ലാഹ്, അവിടുത്തോടൊപ്പം സ്വർഗത്തിൽ കടക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ നീ ചേർക്കണേ അല്ലാഹ്, ഞങ്ങളെ നീ ചേർക്കണേ അല്ലാഹ്, ഞങ്ങളെ നീ ചേർക്കണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് മുഅ്മിനീങ്ങളെ നമ്മളെ പാപങ്ങൾ പൊറുക്കാൻ, നമുക്ക് ധാരാളം അനുഗ്രഹങ്ങൾ ഉണ്ടാവാൻ, എൻ്റെ മുഅ്മിനീങ്ങളെ നമ്മളെ പാപങ്ങൾ പൊറുക്കാൻ, നമുക്ക് ധാരാളം നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ, ധാരാളം അനുഗ്രഹങ്ങൾ ഉണ്ടാവാൻ, അതൊരു ദുനിയാവിലായിക്കോട്ടെ ആഖിറത്തിനായിക്കോട്ടെ അനുഗ്രഹങ്ങൾ ഉണ്ടാവാൻ ഇങ്ങനെയുള്ള ദിക്റിന്റെ ദുആഇന്റെ മജ്ലിസ് നമ്മൾ പങ്കെടുത്തിരിക്കണം. ധാരാളം ആളുകളെ ഇതിലേക്ക് നിങ്ങൾ പങ്കെടുത്തുകയും ചെയ്യണം. ഇൻഷാ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു ഖബൂലാക്കുമാറാകട്ടെ. ഒരു നസീഹത്ത് എന്നോണം ഞാൻ പറഞ്ഞെന്ന് മാത്രം. ഇൻഷാ നമുക്ക് മജ്ലിസിലേക്ക് കടക്കാണ്. ഈ പ്രഭാത സമയത്ത് നമ്മൾ ഹബീബായ റസൂലുള്ളാഹിന്റെ ഹദ്റത്തിലേക്ക് ഫാത്തിഹ വിളിച്ചു തുടങ്ങുന്ന ഈ മജ്ലിസ് ആരംഭാണ്. ഒരു ദിവസത്തിന്റെ ആരംഭാണ് എൻ്റെ മുഅ്മിനീങ്ങളെ ഈ സമയം. അപ്പൊ ഹബീബായ തങ്ങളിലേക്ക് ഫാത്തിഹ വിളിച്ച്, അവിടുത്തെ ഔലിയാക്കളെ ഹദ്റത്തിലേക്ക് ഫാത്തിഹ വിളിച്ച് ഹത്താക്കപ്പെട്ട ദിക്ർ ചൊല്ലുന്ന, ഇസ്തിഗ്ഫാർ ചൊല്ലുന്ന, സ്വലാത്ത് ചൊല്ലുന്ന ഈ അത്ഭുതകരമായിട്ടുള്ള മജ്ലിസ് ഇൻഷാ അല്ലാഹ് നമ്മൾ ആരംഭം കുറിക്കുകയാണ്. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടി ഫാത്തിഹ വിളിക്കുന്ന സമയത്ത് എൻ്റെ കൂടെ ഓതുക. പിന്നെ ദിക്ർ ചൊല്ലുന്ന സമയത്ത് കൂട്ടമായി ദുആയിൽ പങ്കെടുക്കുക. അല്ലാഹു നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ ഖബൂലാക്കണേ അല്ലാഹ്. إلى حضرة حبيبنا وشفيعنا مصطفى محمد صلى الله عليه وسلم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة الأنبياء والأولياء والعلماء والشهداء والصديقين والصالحين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين.
آمين وإلى حضرة سيدنا وسندنا قطب رباني والعوس السمداني ملاذنا الشيخ محي الدين عبد القادر الجيلاني قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة سيدنا وسندنا سلطان العارفين أحمد الكبير الرفائي قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة سيدنا وسندنا أبو الحسن الشاذلي قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة سيدنا وسندنا فقر الدماء والسلواري قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة سيدنا وسندنا سلطان الحمد خواجة معين الدين الجستير الأجميري قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة سيدنا وسندنا إبراهيم بادشاير بدي قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة سيدنا وسندنا شاه الأمين الناوري قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة سيدنا وسندنا داود الحكيم الطفيلي قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين.
وإلى حضرة سيدنا وسندنا قطب الزمان السيد علوي المنفرمي قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة سيدنا وسندنا قطب الزمان جدي باحسن جبلني كدلندي قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة سيدنا وسندنا سليمان جن قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة سيدنا وسندنا سيما مدوري قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة من ماتوا منا خاصة. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. أرحم الراحمين يا തമ്പുരാനെ ഞങ്ങളോദിയ ഫാത്തിഹയെ സ്വീകരിക്കണേ അല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹിന്റെ ഹദ്റത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. ഞങ്ങൾ വിളിച്ച മഹാന്മാരുടെ ഹദ്റത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. നിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹ് ഞങ്ങളെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. നീ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളെ മജ്ലിസിൽ ഇരിക്കുന്നവർക്ക് ധാരാളം മുറാദുകളുണ്ട് അല്ലാഹ്. നീ ഹസിലാക്കണേ അല്ലാഹ്. വലുതും ചെറുതുമായ എല്ലാ മുറാദും നീ ഹസിലാക്കണേ അല്ലാഹ്. അവരുടെ ഉദ്ദേശങ്ങളെ നീ പൂർണ്ണീച്ചു കൊടുക്കണേ അല്ലാഹ്. ഞങ്ങൾ വിളിച്ച ഫാത്തിഹ നീ സ്വീകരിക്കണേ അല്ലാഹ്. നീ കബൂലാക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ദിക്റിന്റെ മജ്ലിസിലേക്ക് നമ്മൾ കടക്കുകയാണ്. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടി ഓരോ ദിക്ർ പറയുന്ന സമയത്ത് അതോടുകൂടി ജദ്ദിദു ഈമാനക്കും വനവ്വിറു ഖുലൂബക്കും വസയ്യിനു അൽസിനതക്കും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹു 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 ലാ ഇലാഹ
ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു റഹ്മാനായ രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ് ഞങ്ങൾ ചൊല്ലിയ തഅലീലിനെ സ്വീകരിക്കണം അല്ലാഹ് ദിക്റിനെ സ്വീകരിക്കണം അല്ലാഹ് അല്ലാഹുവേ ഞങ്ങൾ ധാരാളം ആളുകൾ മൗത്തായി പോയി അല്ലാഹ് അവരെ ഖബറിലേക്ക് ഈ തഅലീലിനെ എത്തിക്കണം അല്ലാഹ് ഒരു നൂറാനിയത്തായി ഒരു പ്രകാശമായി അല്ലാഹുവേ നീ എത്തിക്കണം അല്ലാഹ് അല്ലാഹുവേ നീ സ്വീകരിക്കണം അല്ലാഹ് നീ കബൂലാക്കണം അല്ലാഹ് ഞങ്ങളെ പ്രയാസങ്ങൾ നീ മാറ്റി നൽകണം അല്ലാഹ് ഞങ്ങളെ ബുദ്ധിമുട്ടുകൾ നീ തീർത്ത് നൽകണം അല്ലാഹ് ഈ മജ്ലിസിൽ ഇരിക്കുന്നവർക്ക് ധാരാളം മുറാദുകളുണ്ട് അല്ലാഹ് നീ ഹസിലാക്കി കൊടുക്കണം അല്ലാഹ് ഈ തഹ്ലീലിന്റെ ഹക്ക് ബർക്കത്ത് കൊണ്ട് നീ ഹസിലാക്കി കൊടുക്കണം അല്ലാഹ് നീ ഹസിലാക്കണം അല്ലാഹ് ഞങ്ങൾ നിന്നെ കബൂലാക്കണം അല്ലാഹ് ഞങ്ങൾ നിന്നെ കബൂലാക്കണം അല്ലാഹ് ഇൻഷാ അല്ലാഹ് അടുത്തത് ഒരു 33 പ്രാവശ്യം യാ ഹയ്യു യാ ഖയ്യൂം എല്ലാ പ്രയാസങ്ങളും ഈ ദിക്റിന്റെ ഹക്ക് ബർക്കത്ത് കൊണ്ട് മാറട്ടെ എല്ലാ ബുദ്ധിമുട്ടുകളും തീരട്ടെ എല്ലാ പ്രതിസന്ധികളും അല്ലാഹുവേ നീ തരണം ചെയ്യണേ അല്ലാഹ് ഈ ദിക്റിന്റെ ഹക്ക് ബർക്കത്ത് കൊണ്ട് മജ്ലിസിൽ ഇരിക്കുന്നവർക്ക് ധാരാളം മുറാദുണ്ട് നീ ഹസിലാക്കണം യാ ഹയ്യു യാ ഖയ്യൂം 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 അർഹമുർറഹീമീനായ രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ് ഈ ദിക്റിനെ സ്വീകരിക്കണം അല്ലാഹ് ഈ ദിക്റിന്റെ ഹക്ക് ബർക്കത്തുണ്ട് അല്ലാഹ് ഞങ്ങളുടെ ഉദ്ദേശങ്ങൾ നീ സഫലീകരിക്കണം അല്ലാഹ് മജ്ലിസിൽ ഇരിക്കുന്നവർക്ക് ധാരാളം മുറാദുകളുണ്ട് അല്ലാഹ് നീ ഹസിലാക്കി കൊടുക്കണം അല്ലാഹ് നീ പോണീച്ച് കൊടുക്കണം അല്ലാഹ് ധാരാളം കടങ്ങളിൽ പ്രയാസപ്പെടുന്നവർ മജ്ലിസ് കാണുന്നവരുണ്ട് അല്ലാഹ് അല്ലാഹുവേ നീ വീട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കണം അല്ലാഹ് നീ എളുപ്പമാക്കണം അല്ലാഹ് ലക്ഷക്കണക്കിന് കടമുള്ളവർ കോടിക്കണക്കിന് കടമുള്ളവരുണ്ട് അല്ലാഹ് ഷഹീദിന് പോലും പൊറുക്കാത്ത കടബാധ്യത ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാഹ് നീ നൽകല്ല അല്ലാഹ് ഈ ദിക്റിന്റെ ഹക്ക് ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ കടങ്ങളെ പരിപൂർണമായി നീ തീർത്ത് നൽകണം അല്ലാഹ് നീ തീർത്ത് നൽകണം അല്ലാഹ് ഇൻഷാ അല്ലാഹ് അടുത്തത് മജ്ലിസിൽ കുറച്ച് ഇസ്തിഗ്ഫാർ ഒരു 33 പ്രാവശ്യം നമ്മളെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ നമ്മളെ മനസ്സിലുള്ള കറകളെ മായ്ച്ചു കളയാൻ ഒരു മഹത്താക്കപ്പെട്ട ഇസ്തിഗ്ഫാർ എല്ലാവർക്കും ചൊല്ലാൻ പറ്റുന്ന ഇസ്തിഗ്ഫാർ
അസ്തഗ്ഫിറുല്ലാഹൽ അലീം 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 അസ്തഗ്ഫിറുല്ലാഹൽ العظيم استغفر الله 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 العظيم أرحم الراحمين يا രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ് ഈ ഇസ്തിഗ്ഫാർ നീ സ്വീകരിക്കണേ അല്ലാഹ് നീ കബൂലാക്കണേ അല്ലാഹ് ഞങ്ങളുടെ പാപങ്ങളെ നീ കഴുകി കളയണേ അല്ലാഹ് ഞങ്ങളുടെ പാപങ്ങളെ നീ പുറത്ത് നൽകണേ അല്ലാഹ് അല്ലാഹുവേ ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണേ അല്ലാഹ് അല്ലാഹുവേ ഞങ്ങളുടെ പാപങ്ങളെ നീ കഴുകി ശുദ്ധീകരിക്കണേ അല്ലാഹ് ശുദ്ധീകരിക്കണേ അല്ലാഹ് ഈ ഇസ്തിഗ്ഫാറിനെ നീ സ്വീകരിക്കണേ അല്ലാഹ് നീ സ്വീകരിക്കണേ തമ്പുരാനേ ഇൻഷാ അല്ലാഹ് അടുത്തത് മഹത്താക്കപ്പെട്ട ദിക്ർ എല്ലാവരും എൻ്റെ കൂടെ ഒരു 11 പ്രാവശ്യം ചൊല്ല് ഒരു തബറുക്കിന് വേണ്ടി ബർക്കത്തിന് വേണ്ടി 11 പ്രാവശ്യം ചൊല്ല് കൂടുതലൊന്നുമില്ല ഒരു 11 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ റഹ്മാൻ റഹീമീനായ അല്ലാഹ് ഈ മഹത്താക്കപ്പെട്ട ദിക്ർ നീ സ്വീകരിക്കണേ അല്ലാഹ് നീ കബൂലാക്കണേ അല്ലാഹ് ഇതിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ഉദ്ദേശങ്ങൾ നീ പൂർണ്ണീച്ച് നൽകണേ അല്ലാഹ് ധാരാളം മുറാദുകളുള്ളവർ മജ്ലിസിലുണ്ട് അല്ലാഹ് നീ സഫലീകരിച്ച് കൊടുക്കണേ അല്ലാഹ് ഒരു വീടില്ലാത്തവര് വീടിന് കൊതിക്കുന്നവർ മജ്ലിസിൽ പങ്കെടുക്കുന്നവരുണ്ട് അല്ലാഹ് ഒരു ഹൈറായ ഭവനം നീ പ്രദാനം ചെയ്യണേ അല്ലാഹ് ഒരു കുഞ്ഞിക്കാല് കൊതിക്കുന്നവരുണ്ട് അല്ലാഹ് അല്ലാഹുവേ സ്വാലിഹത്തായ സ്വാലിഹീങ്ങളായ മക്കളെ നീ കൊടുക്കണേ അല്ലാഹ് അത് കൺകുളിർമയോടെ കാണാൻ അല്ലാഹു അവർക്ക് ഭാഗ്യം കൊടുക്കണേ അല്ലാഹ് നീ തൗഫീഖ് കൊടുക്കണേ അല്ലാഹ് ജോലിയില്ലാത്തവര് മജ്ലിസ് കാണുന്നവരുണ്ട് അല്ലാഹ് ഒരു ഹൈറായ ജോലി നീ പ്രദാനം ചെയ്യണേ അല്ലാഹ് നീ പ്രദാനം ചെയ്യണേ അല്ലാഹ് ബുദ്ധിമുട്ടുകളെ നീ തീർത്ത് നൽകണേ അല്ലാഹ് പ്രയാസങ്ങളെ നീ അകറ്റി നൽകണേ അല്ലാഹ് തടസ്സങ്ങളെ നീ തീർത്ത് നൽകണേ അല്ലാഹ്
അടുത്ത ദിക്ർ ഇൻഷാ അല്ലാഹ്. അടുത്ത ദിക്ർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. 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 റഹ്മാൻ റഹീമീനായ അല്ലാഹ്, ഈ ദിക്ർ നീ സ്വീകരിക്കണം അല്ലാഹ്, നീ കബൂലാക്കണം അല്ലാഹ്. ഞങ്ങളെ പ്രയാസങ്ങൾ നീ മാറ്റി നൽകണം അല്ലാഹ്, ബുദ്ധിമുട്ടുകൾ നീ തീർത്ത് നൽകണം അല്ലാഹ്. ധാരാളം രോഗികൾ മജ്ലിസ് കാണുന്നവരുണ്ട് അല്ലാഹ്. അല്ലാഹുവേ, രോഗങ്ങൾ പരിപൂർണമായ ശിഫാ നീ നൽകണം അല്ലാഹ്. ഈ ദിക്റിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് മാരകമായ രോഗങ്ങൾ അല്ലാഹ് ഞങ്ങൾക്ക് നൽകല്ലോ അല്ലാഹ്. മാരകമായ ക്യാൻസർ രോഗം നൽകല്ലോ അല്ലാഹ്, ട്യൂമർ നൽകല്ലോ അല്ലാഹ്, അറ്റാക്ക് ഞങ്ങൾക്ക് നൽകല്ലോ അല്ലാഹ്. അല്ലാഹുവേ, പേടിപ്പെടുത്തുന്ന ഭീതിപ്പെടുത്തുന്ന രോഗങ്ങളല്ലോ ഞങ്ങൾക്ക് നീ നൽകല്ലോ അല്ലാഹ്, നീ നൽകല്ലേ തമ്പുരാനേ. ഇൻഷാ അല്ലാഹ് അടുത്ത ദിക്ർ ഒരു പവർഫുൾ ആയിട്ടുള്ള ദിക്റാണ്. നമ്മളെ കാര്യങ്ങൾ നേടിയെടുക്കാൻ, നമ്മളെ പ്രയാസങ്ങൾ മാറാൻ ഈ ദിക്ർ ചൊല്ലിക്കോ. മഹാന്മാരായ അമ്പിയാക്കൾ ചൊല്ലിയ ദിക്റാണ് ചൊല്ലിക്കോ. പ്രയാസഘട്ടത്തില് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ചൊല്ലിക്കോ. ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. 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 റഹ്മാൻ റഹീമീനായ തമ്പുരാനെ, ഈ ദിക്ർ നീ സ്വീകരിക്കണം അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ വല്ലാത്ത പ്രയാസത്തിലാണ് അല്ലാഹ്, അതിൽ നിന്ന് വലിയ കര ഞങ്ങൾക്ക് നീ കാണിക്കണം അല്ലാഹ്. കടത്തിലാണ് അല്ലാഹ്, ധാരാളം വിഷമത്തിലാണ് അല്ലാഹ്, ടെൻഷനിലാണ് അല്ലാഹ്, മാനസിക പ്രയാസത്തിലാണ് അല്ലാഹ്. അല്ലാഹുവേ, പൈശാചികമായ ഉപദ്രവത്തിലാണ് അല്ലാഹ്. അല്ലാഹുവേ, ഇതിനൊക്കെ വലിയ കര അല്ലാഹ് നീ കാണിക്കണം അല്ലാഹ്. ഈ ദിക്റിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹ് പ്രയാസങ്ങളിൽ നിന്നല്ലാഹ് നീ കരകയറ്റണേ അല്ലാഹ്, നീ കരകയറ്റണേ അല്ലാഹ്, നീ കരകയറ്റണേ തമ്പുരാനേ. ഇൻഷാ അല്ലാഹ് അടുത്തത് മജ്ലിസിൽ കുറച്ച് സ്വലാത്തുകൾ നമുക്ക് ചൊല്ലാം. ഹബീബായ റസൂലുള്ളാഹിന്റെ ഹദ്റത്തിലേക്ക്, അവിടുത്തെ കരളിന്റെ കഷ്ണമായ മഹദിയായ ഫാത്തിമ ബീവി ചൊല്ലിയ സ്വലാത്ത് എൻ്റെ ഉമ്മമാരെ, എൻ്റെ സഹോദരിമാരെ നിങ്ങൾ ചൊല്ലണേ. മഹദിയായ ഫാത്തിമ ബീവി ചൊല്ലിയ സ്വലാത്ത് ഈ മാസത്തിൽ നിങ്ങൾ ചൊല്ല്, ഈ മാസത്തിൽ നിങ്ങൾ ചൊല്ല്. അല്ലാഹുമ്മ സല്ലി അലൻ നൂരി വഹ്ലി, اللهم صل على النور وهلي، 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 اللهم صل على النور
النور وأهلي اللهم صل على 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 النور وأهلي അർഹമുർറഹീമീനായ അല്ലാഹ് ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തിന് ഹബീബായ റസൂലുള്ളാഹിന്റെ ഹദ്റത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ് നീ എത്തിക്കണേ അല്ലാഹ് അതിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ഉദ്ദേശങ്ങൾ നീ സഫലീകരിച്ച് നൽകണേ അല്ലാഹ് ഞങ്ങളുടെ മുറാദ് നീ ഹാസിലാക്കണേ അല്ലാഹ് നീ ഹാസിലാക്കണേ അല്ലാഹ് അർഹമുർറഹീമീനായ അല്ലാഹ് ധാരാളം സഹോദരിമാർ മജ്ലിസ് കാണുന്നവരുണ്ട് അല്ലാഹ് മഹദിയായ ഫാത്തിമ ബീവിയോടുകൂടെ അവരെ നീ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ അല്ലാഹ് നീ പ്രവേശിപ്പിക്കണേ അല്ലാഹ് ഞങ്ങളെ മജ്ലിസിനെ ഇഷ്ടപ്പെടുന്ന ധാരാളം സഹോദരിമാരുണ്ട് അല്ലാഹ് ഒരു സഹോദരിക്കും അല്ലാഹ് സ്തനർബുദം നീ കൊടുക്കല്ലോ അല്ലാഹ് സ്തനത്തിന്റെ ഭാഗത്ത് മുയവന്ന് കുരുവന്നത് മുറിച്ചു മാറ്റുന്ന അവസ്ഥ അല്ലാഹ് മജ്ലിസ് കാണുന്ന ഒരു സഹോദരിക്കും ഒരു ഉമ്മാക്കും നീ കൊടുക്കല്ലോ നീ കൊടുക്കല്ലോ അല്ലാഹ് ഒരു മജ്ലിസിനെ ഹൃദയത്തോട് വെച്ച് വെക്കുന്നവരാണ് അല്ലാഹ് ഒരു മജ്ലിസ് കണ്ടില്ലെങ്കിൽ തങ്ങളെ എന്തായിരുന്നു പ്രയാസം എന്ന് ചോദിക്കുന്നവരാണ് അല്ലാഹ് നീ കൊയക്കല്ലോ അല്ലാഹ് നീ തളർത്തല്ലോ അല്ലാഹ് അവർക്ക് ബുദ്ധിമുട്ടോ അടങ്ങാറോ നീ കൊടുക്കല്ലോ തമ്പുരാനേ. ഇൻഷാ അല്ലാഹ് നമ്മൾ മജ്ലിസിൽ കുറച്ച് ദുആ വസിയത്തുകൾ വായിക്കുകയാണ്. ഈ മജ്ലിസിനെ പ്രതീക്ഷിക്കുന്നവർ, ഈ മജ്ലിസിനെ ഹൃദയത്തോട് വെച്ച് ഇഷ്ടം വെക്കുന്നവർ, ഈ മജ്ലിസിന്റെ മുഹിബ്ബീങ്ങളും ഈ മജ്ലിസിന്റെ ഖാദിമീങ്ങളും അവരെ പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട് അവരെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞുകൊണ്ട് ഇടങ്ങേറുകൾ പറഞ്ഞുകൊണ്ട് ദുആ വസിയത്തുകൾ ചെയ്തവരുണ്ട്. ഇൻഷാ അല്ലാഹ് അവരെ ദുആ വസിയത്തുകൾ ഇൻഷാ അല്ലാഹ് നമുക്ക് വായിച്ച് അവർക്ക് ആത്മാർത്ഥമായിട്ട് നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹു നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ ഖബൂൽ ചെയ്യണേ തമ്പുരാനെ. തങ്ങളെ ഈമാനിൽ അടിയുറച്ചു നിൽക്കാനും മരണസമയത്ത് ആഖിബത്ത് നന്നാവാനും ദുആ ചെയ്യണേ ഇൻഷാ അല്ലാഹ്. എൻ്റെ ദേഹത്ത് ദേഹച്ചയുടെ ഇടങ്ങേറുണ്ട്, തങ്ങളെ അതിൽ നിന്ന് സലാമത്ത് കിട്ടാൻ ദുആയിൽ ഉൾപ്പെടുത്തണേ ഇൻഷാ അല്ലാഹ്. മകൻ്റെ ലൈസൻസ് തടസ്സങ്ങളൊന്നുമില്ലാതെ ശരിയായി കിട്ടാൻ ദുആ ചെയ്യണം ഇൻഷാ അല്ലാഹ്. അല്ലാഹുവേ, ആ സഹോദരി മജ്ലിസിൽ സ്ഥിരമായി പങ്കെടുക്കുന്ന സഹോദരിയാണ് അല്ലാഹ്. അല്ലാഹുവേ, നീ ഖൈർ പ്രദാനം ചെയ്യണേ അല്ലാഹ്. എല്ലാ വിഷമങ്ങളും നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. മകൻ്റെ ലൈസൻസ് എത്രയും പെട്ടെന്ന് അല്ലാഹ് കരങ്ങളിൽ നീ എത്തിക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഭർത്താവിൻ്റെ കടം തീരാൻ ദുആ ചെയ്യണേ തങ്ങളെ ഇൻഷാ അല്ലാഹ്. ഭർത്താവിൻ്റെ കടങ്ങൾ എത്ര വലിയ കടമാണെങ്കിലും അല്ലാഹ് നീ തീർത്തു കൊടുക്കണം അല്ലാഹ്. ഷഹീദിന് പോലും പൊറുക്കാത്ത കടബാധിത അല്ലാഹ് ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്, നീ നൽകല്ലേ അല്ലാഹ്. ഞങ്ങളിപ്പാ മകൻ ഗൾഫിലാണ്. എൻ്റെ മകൻ ഒരു പ്രധാന പരീക്ഷയിൽ നല്ല നിലയിൽ പാസ്സാവാൻ
ജോലിയിൽ പ്രമോഷൻ കിട്ടാനും തങ്ങളുപ്പാ പ്രത്യേകം ദുആ ചെയ്യണേ. എൻ്റെ മോൻ സമ്പാദ്യത്തിൽ സന്തോഷം കിട്ടാൻ ദുആ ചെയ്യണേ. ഇൻഷാ അല്ലാഹ് അല്ലാഹുവയുടെ പൊന്നുമോൻക്ക് പരീക്ഷയിൽ ഉന്നത വിജയം കൊടുക്കണേ അല്ലാഹ്. പ്രമോഷൻ, ജോലിയിൽ പ്രമോഷൻ നീ കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ സമ്പത്തിൽ ബർക്കത്ത് കൊടുക്കണേ അല്ലാഹ്. ഭർത്താവിൻ്റെ ഭാരിച്ച കടമുണ്ട് തങ്ങളെ, എത്രയും പെട്ടെന്ന് വീട്ടിൽ കിട്ടാൻ തങ്ങളെ ദുആ ചെയ്യണേ. വലിയ സങ്കടത്തിലാണ്, ദുആ ചെയ്യണേ. റഹ്മാൻ റഹീമീനായ അല്ലാഹ്, ഭർത്താവിൻ്റെ എത്ര വലിയ കടമാണെങ്കിലും നീ വീട്ടിൽ കൊടുക്കണേ അല്ലാഹ്. വീട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കണേ അല്ലാഹ്. മോൾക്ക് എത്രയും പെട്ടെന്ന് ഒരു വീടാവാൻ തങ്ങളെ ദുആ ചെയ്യണേ. റഹീമീനായ അല്ലാഹ്, അവരുടെ മോൾക്ക് അല്ലാഹുവേ ഒരു ഖൈറായ ഒരു ഭവനം നീ കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാഹ്. അതിൽ സന്തോഷത്തോടുകൂടി ആനന്ദത്തോടുകൂടി ജീവിക്കാൻ നീ ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. നീ ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. മക്കൾ ഗൾഫിൽ വാഹനവുമായി ബന്ധപ്പെട്ട ജോലിയാണ്, എപ്പോഴും വാഹനം ഓടിച്ചു കൊണ്ടുള്ള ജോലിയാണ് തങ്ങളെ. എൻ്റെ മക്കൾ ഒരു അപകടത്തിലും പെടാതിരിക്കാനും അവരിൽ ആഫിയത്തും ദീർഘായുസ്സിനു വേണ്ടി ദുആ ചെയ്യണേ. റഹീമീനായ അല്ലാഹ്, അവരുടെ പൊന്നുമക്കൾക്ക് അല്ലാഹ് ദീർഘായുസ്സുള്ള ആഫിയത്ത് നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. ജോലിയിൽ ബർക്കത്ത് കൊടുക്കണേ അല്ലാഹ്. പെടുന്നതിനുള്ള മരണങ്ങളിൽ തൊട്ട് അവരെയും ഞങ്ങളെയും നീ കാത്ത് സംരക്ഷിക്കണേ അല്ലാഹ്. തങ്ങളൊപ്പാ ഒരുപാട് വിഷമമുണ്ട്, ഇരുലോക വിജയം കിട്ടാൻ ദുആ ചെയ്യണേ ഇൻഷാ അല്ലാഹ്. അല്ലാഹു അവരെയും ഞങ്ങളെയും ഇരുലോക വിജയികളിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്. അവരെയും ഞങ്ങളെ ഇനി ചേർക്കണേ അല്ലാഹ്. ഉമ്മയുടെ ആങ്ങളമാരുടെ പിണക്കം മാറാനും സ്നേഹത്തിലും സന്തോഷത്തിലുമാവാൻ തങ്ങളൊപ്പാ പ്രത്യേകം ദുആ ചെയ്യണേ. റഹ്മാൻ റഹീമീനായ അല്ലാഹ്, പിണക്കങ്ങൾ നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. പിണക്ക വിഷയങ്ങൾ നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. അവരുടെ മനസ്സിലേക്ക് സ്നേഹത്തെ നീ ഇട്ടുകൊടുക്കണേ അല്ലാഹ്. ആമീൻ ആമീൻ ആമീൻ. തങ്ങളെ ദുആ ചെയ്യണേ ഇൻഷാ അല്ലാഹ്. ശരീരം മൊത്തം വേദനയാണ്, വേദന മാറാൻ ചെയ്യണേ. റഹീമീനായ അല്ലാഹ്, അവരെ പ്രയാസം നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. അവരെ അസുഖങ്ങൾ അല്ലാഹുവേ ആജിലായ കാമിലായ ശിഫാ നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. തങ്ങളെ അടുത്ത വർഷം ഉംറ ചെയ്യാൻ ആഗ്രഹമുണ്ട്. സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടിലാണ് ഭർത്താവിന്. ഉംറക്ക് എന്നെ അയക്കാനുള്ള മനസ്സ് കൊടുക്കാൻ നിങ്ങളെ ദുആ ചെയ്യണേ ഇൻഷാ അല്ലാഹ്. അല്ലാഹു ആ സഹോദരിക്ക് മഖബൂലും മബ്റൂറും മർളിയുമായ ഉംറയും സിയാറത്തും നിർവഹിക്കാൻ നീ ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. അതിലുള്ള ആരോഗ്യവും സമ്പത്തും ആഫിയത്തും നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. എൻ്റെ മോനിക്ക് നല്ല ജോലി ശരിയാവാനും കടം വീടാനും വിഷമങ്ങൾ മാറാനും തങ്ങളുപ്പാ ദുആ ചെയ്യണേ. റഹ്മാൻ റഹീമീനായ അല്ലാഹ്, ആ പൊന്നുമോൻക്ക് ഖൈറായ ജോലി നീ അടുപ്പിക്കണേ അല്ലാഹ്. കടങ്ങൾ നീ വീട്ടിൽ കൊടുക്കണേ അല്ലാഹ്. വിഷമങ്ങൾ നീ തീർത്ത് കൊടുക്കണേ അല്ലാഹ്. കൊച്ചു മകനെ മദ്രസയിലയക്കാൻ മനസ്സ് വരാൻ ദുആ ചെയ്യണേ തങ്ങളെ ഇൻഷാ അല്ലാഹ്. നല്ല ഇൽമു ആ പൊന്നുമോൻക്ക് കൊടുക്കണേ അല്ലാഹ്. കാലുവേദന മാറാൻ ദുആ ചെയ്യണേ തങ്ങളെ. റഹ്മാൻ റഹീമീനായ അല്ലാഹ്, അവരുടെ പ്രയാസം നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. അവരുടെ അസുഖങ്ങൾ അല്ലാഹുവേ ആജിലായ കാമിലായ ശിഫാ നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. ആയിഷ ആറാട്ടുപയിൽ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. ആമീൻ 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 ആമീൻ. ഒരു സഹോദരി കുറേ എഴുതിയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് കൂടുതലൊന്നും വായിക്കാൻ പറ്റില്ല. ഇൻഷാ അല്ലാഹ് ഒരു ചുരുക്കത്തിൽ പറയാം. മാതാപിതാക്കൾക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ട് വലിയ പ്രയാസത്തിലാണ്. അല്ലാഹുവേ മാതാപിതാക്കൾക്ക് അവരോടുള്ള സ്നേഹം നീ അവരുടെ മനസ്സിലേക്ക്, അല്ലാഹുവേ ഹൃദയത്തിലേക്ക് നീ ഇട്ട് കൊടുക്കണേ അല്ലാഹുവേ. ടെൻഷൻ നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. പ്രയാസങ്ങൾ നീ തീർത്ത് കൊടുക്കണേ അല്ലാഹ്. മക്കൾ നന്നാവാനും കടങ്ങൾ വീടാനും ദുആ ചെയ്യണേ. റഹ്മാൻ റഹീമീനായ അല്ലാഹ്, മക്കളെ സ്വാലിഹീങ്ങളിൽ ചേർക്കണേ അല്ലാഹ്. കടങ്ങൾ വീട്ടി കൊടുക്കണേ അല്ലാഹ്.
ഭർത്താവിന് ജോലി ഉണ്ടാവാൻ ദുആ ചെയ്യണേ അല്ലാഹു. ഭർത്താവിന് ഖൈറായ ജോലി നീ അടുപ്പിക്കണേ അല്ലാ. ഭർത്താവിന് പൈസ തരാനുള്ള മനസ്സുണ്ടാവാൻ ദുആ ചെയ്യണേ അല്ലാഹുവേ. ഭർത്താവിന് സമ്പത്ത് അവർക്ക് കൊടുക്കാനുള്ള മനസ്സ് നീ കൊടുക്കണേ അല്ലാ. എല്ലാ മുറാദുകളും മനസ്സിലാവാൻ ദുആ ചെയ്യണം ഇൻഷാ അല്ലാഹ്. മകന്റെ ഖൈറായ ജോലി കിട്ടാനും തറവാട് പൊളിക്കാതെ തറപ്പണി തുടങ്ങാനും നല്ല മനസ്സ് കൊടുക്കാനും ഞങ്ങളെ ദുആ ചെയ്യണം ഇൻഷാ അല്ലാഹ്. അല്ലാഹുവേ ഖൈറായ ജോലി പൊന്നുമോന് കൊടുക്കണേ അല്ലാ. തറവാട് പൊളിക്കാതെ അല്ലാഹുവേ തറപ്പണി എത്രയും പെട്ടെന്ന് നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാ. തങ്ങളെ മകന് ജോലി കിട്ടാനും രണ്ടാമത്തെ ഫാത്തിഹ 41 വട്ടം ഇതാ ഇൻഷാ അല്ലാഹ് ഓതി ദുആ ചെയ്യണം അല്ലാഹുവേ. അവരോദിയ ഫാത്തിഹകളെ നീ സ്വീകരിക്കണേ അല്ലാ. നീ കബൂൽ ചെയ്യണേ അല്ലാ ഇൻഷാ അല്ലാഹ്. അങ്ങനെ ധാരാളം ദുആ വസിയത്തുകൾ അല്ലാഹുവേ എല്ലാം നീ കബൂലാക്കണേ അല്ലാ. എല്ലാം നീ സ്വീകരിക്കണേ അല്ലാ. അവർ ധാരാളം പ്രതീക്ഷയോടുകൂടിയാണ് മജ്ലിസിൽ പങ്കെടുക്കുന്നത്, ദുആ വസിയത്തുകൾ അയക്കുന്നത്, കൂട്ടമായിട്ടുള്ള ദുആയിൽ പങ്കെടുക്കുന്നത് അല്ലാ. നീ സ്വീകരിക്കണേ അല്ലാ. നീ കബൂലാക്കണേ അല്ലാ. നീ കബൂൽ ചെയ്യണേ അല്ലാ ഇൻഷാ അല്ലാഹ്. കൂട്ടമായിട്ടുള്ള ദുആയിലേക്ക് കടക്കാണ്. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടി ആമീൻ പറയും. ഞമ്മക്ക് വേണ്ടിയാണ് ഞമ്മക്ക് വേണ്ടിയാണ് ദുആ ചെയ്യുന്നത്. എല്ലാവരും വീട്ടിലെല്ലാവരും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ആമീൻ പറയും. ആമീൻ പറയും. ഈ ദുആഇന്റെ മജ്ലിസിൽ പങ്കെടുക്ക്. ആരെങ്കിലും ഞാൻ പറഞ്ഞില്ല 40 ആളുള്ള മജ്ലിസിൽ 40 ആള് ആമീൻ പറയുന്ന ഒരു മജ്ലിസിൽ ദുആക്ക് ഇജാബത്ത് ലഭിക്കുന്ന ഒരാളുണ്ടെന്നാ ഇൻഷാ അല്ലാഹ്. അതിൽ നമ്മൾ ഉൾപ്പെടണം. മുഅ്മിനീങ്ങൾ അല്ലാഹുവിനെ സ്വീകരിക്കണം അല്ലാഹ്. നീ കബൂൽ ചെയ്യണേ തമ്പുരാനെ. آمين. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد الفاتح لما علق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. يا رحمن يا الله، يا ملك يا الله، يا قدوس يا الله، يا سلام يا الله، يا مؤمن يا الله، يا معين يا الله، يا عزيز يا الله، يا جبار يا الله، يا متكبر يا الله، يا خالق يا الله، يا رافع يا الله، يا مذل يا الله، يا سميع يا الله، يا ذا الجلال والإكرام يا الله. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. يا ودود يا ودود يا ودود يا الله. أرحم الراحمين يا راجاد راجناയ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ്, ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. അർഹമർ റഹീമീനായ തമ്പുരാനെ, അടിമകളായ ഞങ്ങൾ യജമാനനായ നിന്നിലേക്ക് ഉയർത്തുന്ന കരങ്ങളെ നീ ഖൈബാക്കി തട്ടിക്കളയല്ലേ അല്ലാഹ്. നീ ഖൈബാക്കി തട്ടിക്കളയല്ലേ അല്ലാഹ്. നീ ഖൈബാക്കി തട്ടിക്കളയല്ലേ അല്ലാഹ്. ഞങ്ങളെ ഹൃദയങ്ങളെ നീ ശുദ്ധീകരിക്കണേ അല്ലാഹ്. ഹൃദയങ്ങളെ നീ ശുദ്ധീകരിക്കണേ അല്ലാഹ്. ഹസദില്ലാത്ത കിബ്റില്ലാത്ത നല്ല സംശുദ്ധമായ ഹൃദയങ്ങളാക്കണേ അല്ലാഹ്. ഹൃദയങ്ങളാക്കണേ തമ്പുരാനെ. ഈ പവിത്രമാക്കപ്പെട്ട ദിനത്തിൽ അല്ലാഹ് ഞങ്ങളിതാ നിന്നിലേക്ക് ഉയർത്തുന്ന കരങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. നീ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ദുആക്ക് നീ ഉത്തരം നൽകണേ അല്ലാഹ്. ഉത്തരം നൽകണേ തമ്പുരാനെ. ഞങ്ങളെ മജ്ലിസിൽ ഞങ്ങൾ ചൊല്ലിയ ദിക്റുകളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. നീ കബൂലാക്കണേ അല്ലാഹ്. ധാരാളം മുറാദുകൾ അവർ ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നവരുണ്ട് അല്ലാഹ്. നീ സ്വീകരിക്കണേ അല്ലാഹ്. നീ കബൂലാക്കണേ അല്ലാഹ്. ഈ ദിവസത്തിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട്, മാസത്തിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ, ഞങ്ങളിൽ കഴിഞ്ഞു പോയ മാസത്തിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ
അവരെ മുറാദ് നീ ഹാസിലാക്കണേ അല്ലാഹ്. അവരുടെ ഉദ്ദേശങ്ങൾ നീ സഫലീകരിച്ച് നൽകണേ അല്ലാഹ്. ധാരാളം മുറാദുള്ളവർ തങ്ങളെ ദുആ ചെയ്യണേ, മജ്ലിസിൽ പ്രത്യേകമായി ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. അവരെ മുറാദ് അല്ലാഹ് ഞാൻ പറയാതെ തന്നെ നിനക്കറിയാമല്ലോ തമ്പുരാനെ, നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്, നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. നമ്മളെ മജ്ലിസിനെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നവര് എൻ്റെ സഹോദരിമാര് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. ഭർത്താക്കന്മാരെ കാര്യം പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എൻ്റെ സഹോദരിമാരുണ്ട് അല്ലാഹ്. ഭർത്താക്കന്മാരെ നന്നാക്കണേ അല്ലാഹ്. അല്ലാഹു അവർക്ക് ഹൈറായ ജോലി കൊടുക്കണേ അല്ലാഹ്. ജോലി ഉള്ളവർക്ക് അല്ലാഹ് അതിൽ വലിയ ബർക്കത്ത് കൊടുക്കണേ അല്ലാഹ്. അഭിവൃദ്ധി കൊടുക്കണേ അല്ലാഹ്, അഭിവൃദ്ധി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹു അവരെ ദുശീലങ്ങളെ നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. അവരെ സ്വഭാവങ്ങൾ നീ നന്നാക്കണേ അല്ലാഹ്. അവരെ ജീവിതത്തിൽ ഐക്യം നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. റാഹത്തോടുകൂടി മനസ്സമാധാനത്തോടുകൂടി മരണം വരെ ജീവിക്കാൻ അവർക്ക് ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. മക്കളെ കാര്യം പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എൻ്റെ സഹോദരിമാരുണ്ട് അല്ലാഹ്, എൻ്റെ സഹോദരന്മാരുണ്ട് അല്ലാഹ്. മക്കളെ നന്നാക്കണേ അല്ലാഹ്. റൗഡികളും തമ്മാടികളും ആക്കല്ലേ അല്ലാഹ്. ലഹരിക്കടിമപ്പെടുന്ന മക്കളാക്കി ഞങ്ങളെ മക്കളെ മാറ്റല്ലേ അല്ലാഹ്. മക്കളെ കാരണത്താൽ കണ്ണീര് വാർക്കേണ്ട ഒരവസ്ഥ അല്ലാഹു ഈ മജ്ലിസ് കാണുന്ന ഒരു മാതാപിതാക്കൾക്കും അല്ലാഹു നീ കൊടുക്കല്ലേ അല്ലാഹ്, നീ കൊടുക്കല്ലേ അല്ലാഹ്. റൗഡികളാക്കല്ലേ അല്ലാഹ്, തമ്മാടികളാക്കല്ലേ അല്ലാഹ്. വീടിനും നാട്ടുകാർക്കും വീട്ടുകാർക്കും ഉപകരിക്കുന്ന നല്ല സ്വാലിഹീങ്ങളായ മക്കളെയാക്കണേ അല്ലാഹ്, മക്കളാക്കണേ അല്ലാഹ്, മക്കളാക്കണേ അല്ലാഹ്. കടമാണ് തങ്ങളെ, വലിയ പ്രയാസത്തിലാണ് തങ്ങളെ. ലക്ഷക്കണക്കിന് കടമുണ്ട്, കോടിക്കണക്കിന് കടമുണ്ട്. തങ്ങളെ ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. ഈ നല്ല ഒരു ദിവസത്തിൽ അല്ലാഹ് സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് ഞങ്ങൾ ഉയർത്തുന്ന കരങ്ങള് അല്ലാഹ് നീ തട്ടി മാറ്റല്ലേ അല്ലാഹ്. അവരെ കടങ്ങൾ നീ തീർത്തു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹു ലക്ഷക്കണക്കിന് കടമുണ്ടെങ്കിലും കോടിക്കണക്കിന് കടമുണ്ടെങ്കിലും അല്ലാഹുവേ തീർക്കാനുള്ള മാർഗം നീ എളുപ്പമാക്കണേ അല്ലാഹ്. ഷഹീദിന് പോലും പൊറുക്കാത്ത കടബാധ്യത അല്ലാഹ് ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്, നീ നൽകല്ലേ അല്ലാഹ്. ഞങ്ങളെ കണ്ണടയുന്നതിന് മുമ്പ് കടങ്ങൾ വീട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കണേ അല്ലാഹ്, നീ എളുപ്പമാക്കണേ തമ്പുരാനെ. ഒരു വീടില്ല തങ്ങളെ ദുആ ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട് അല്ലാഹ്. ഹൈറായ ഭവനം നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്, ഹൈറായ ഭവനം നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ, അർഹമുർ റഹീമീനായ തമ്പുരാനെ. മക്കളെ കാര്യം പറഞ്ഞുകൊണ്ട് അവരെ വിവാഹ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. ഒരു ഇണകളെ നീ അടുപ്പിക്കണേ അല്ലാഹ്, സ്വലീഹീങ്ങളായ ഇണകളെ നീ അടുപ്പിക്കണേ അല്ലാഹ്, നീ അടുപ്പിച്ച് കൊടുക്കണേ അല്ലാഹ്. അവരുടെ ജോലി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പ്രയാസം പറഞ്ഞു ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. ഹൈറായ ജോലി മക്കൾക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. വിസിറ്റിങ്ങിന് പോയതാണ് തങ്ങളെ, 3-4 മാസമായി റൂമിലാണ്. CV ധാരാളം ഓഫീസുകളിൽ കൊടുത്തു, ഒരു വിളിയുമില്ല തങ്ങളെ. ദുആ ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട് അല്ലാഹ്, സങ്കടം പറഞ്ഞവരുണ്ട് അല്ലാഹ്. മക്കൾക്ക് ഹൈറായ ജോലി നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്, നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. അർഹമുർ റഹീമീനായ അല്ലാഹ് ഞങ്ങളെ നന്നാക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ നല്ല മനസ്സ് നീ നൽകണേ അല്ലാഹ്. ധാരാളം രോഗികൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. രോഗങ്ങളെ നീ പരിപൂർണമായി ശിഫാ നീ നൽകണേ അല്ലാഹ്. മാരകമായ ക്യാൻസർ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. ട്യൂമർ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. അറ്റാക്ക് ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. അല്ലാഹുവേ നിത്യ രോഗികളാക്കി ഞങ്ങളെ മാറ്റല്ലേ അല്ലാഹ്. പ്രഷർ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. പ്രമേഹം ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. അല്ലാഹുവേ കൊളസ്ട്രോൾ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. ഊരവേദനയിൽ പ്രയാസപ്പെടുന്നവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. നീ ശിഫാ പ്രദാനം ചെയ്യണേ അല്ലാഹ്. കാൽവേദനയിൽ പ്രയാസപ്പെടുന്നവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. അല്ലാഹുവേ നീ പരിപൂർണമായി ശിഫാ നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. കിഡ്നി സംബന്ധമായ രോഗികള്, ലിവർ സംബന്ധമായ രോഗികള്, വയറ് സംബന്ധമായ രോഗികള്, ഹൃദയ സംബന്ധമായ രോഗികള്, അല്ലാഹുവേ തല സംബന്ധമായ രോഗികള്,
കാത് സംബന്ധമായ രോഗികള്, കൺ സംബന്ധമായ രോഗികള്, അല്ലാഹുവേ നീ പരിപൂർണ്ണ ശിഫാ പ്രദാനം ചെയ്യണേ അല്ലാ. മൈഗ്രീന്റെ തലവേദനയിൽ പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലാ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ, നീ പരിപൂർണ്ണ ശിഫാ നീ പ്രദാനം ചെയ്യണേ അല്ലാ. കൺകാഴ്ച മങ്ങി വരുന്നവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ, കാഴ്ച ശക്തി നീ പ്രദാനം ചെയ്യണേ അല്ലാ. കേൾവി ശക്തി കുറഞ്ഞു വരുന്നവരുണ്ട് അല്ലാ, അല്ലാഹുവേ കേൾവി ശക്തി നീ പ്രദാനം ചെയ്യണേ അല്ലാ. ഞങ്ങളെ ശരീരത്തിൽ അല്ലാ ഒരു രോഗവും നീ നൽകല്ലേ അല്ലാ, നീ നൽകല്ലേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങൾ സമ്പാദിച്ച സമ്പത്ത് മുഴുവൻ ഹോസ്പിറ്റലിൽ പോയി കൊണ്ടുപോയി കെട്ടിവെക്കേണ്ട അസുഖങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ, നീ നൽകല്ലേ അല്ലാ, നീ നൽകല്ലേ അല്ലാ. മൂത്രത്തിന് പൈപ്പിട്ട്, കാഷ്ടത്തിന് പൈപ്പിട്ട്, ഭക്ഷണത്തിന് പൈപ്പിട്ട് ഒരു മൂലയിൽ കിടക്കേണ്ട അസുഖങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ, നീ നൽകല്ലേ തമ്പുരാനെ. മരണം ഹൈറാകുന്ന സമയത്ത് എല്ലാവരുടെ സാന്നിധ്യത്തിൽ നല്ലത് ചൊല്ലിപ്പറഞ്ഞു മരിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാ, ഞങ്ങളെ ചേർക്കണേ അല്ലാ. റഹ്മാനായ അല്ലാ, ധാരാളം പ്രവാസികളെ ഞങ്ങളെ മജ്ലിസ് കാണുന്നവരുണ്ട് അല്ലാ, ഞങ്ങളെ മജ്ലിസിനെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നവരുണ്ട് അല്ലാ, മജ്ലിസിലേക്ക് സഹായിക്കുന്നവരുണ്ട് അല്ലാ, സഹകരിക്കുന്ന പ്രവാസികളുണ്ട് അല്ലാ. എൻ്റെ പ്രവാസികളെ നീ കൊയക്കല്ല അല്ലാ, നീ തളർത്തല്ല അല്ലാ, അവർക്ക് ബുദ്ധിമുട്ട് കൊടുക്കല്ല അല്ലാ, അവർക്ക് ഇടങ്ങേറുകൾ കൊടുക്കല്ല അല്ലാ. അവിടുന്ന് മരണപ്പെട്ട് പെട്ടീനാക്കി ജനാസ നാട്ടിലേക്ക് കൊണ്ടുവരുന്ന അവസ്ഥ ഒരു പ്രവാസിക്ക് നീ കൊടുക്കല്ല അല്ലാ. അല്ലാഹുവേ ആമീൻ പറയുന്ന ആമീൻ പറയുന്ന പ്രവാസികളുടെ ഭാര്യമാരുണ്ട് അല്ലാ, അവർക്ക് കൊടുക്കല്ല അല്ലാ, നീ കൊടുക്കല്ല തമ്പുരാനെ. തനാസുൽ മാറി കിട്ടിയിട്ടില്ല തങ്ങളെ, ഇഖാമ റെഡിയായിട്ടില്ല, ദുആസിനെന്ന് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ, ആ പ്രയാസങ്ങൾ നീ മാറ്റി കൊടുക്കണേ അല്ലാ. ഞങ്ങൾക്ക് റാഹത്ത് നീ പ്രദാനം ചെയ്യണേ അല്ലാ. അല്ലാഹുവേ ധാരാളം ദ്വീപിലുള്ള എൻ്റെ സഹോദരന്മാർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ, എൻ്റെ ദ്വീപുകാരെ നീ കൊയക്കല്ല അല്ലാ, നീ തളർത്തല്ല അല്ലാ, അവർക്ക് ബുദ്ധിമുട്ട് കൊടുക്കല്ല അല്ലാ, അവർക്ക് ഇടങ്ങേറുകൾ കൊടുക്കല്ല അല്ലാ. ഞങ്ങളുമായി അഭേദ്യമായ ബന്ധമുള്ളവരാണ് ദ്വീപുകാർ, അവരെ കൊയക്കല്ല അല്ലാ, നീ തളർത്തല്ല തമ്പുരാനെ. ധാരാളം ആളുകൾ മജ്ലിസ് അല്ലാ, ഒരു മജ്ലിസ് പോലും മുടക്കാത്തവരുണ്ട് അല്ലാ, അവരെ നീ കൊയക്കല്ല അല്ലാ, അവർക്ക് പ്രയാസം കൊടുക്കല്ല അല്ലാ, അവർക്ക് ബുദ്ധിമുട്ട് കൊടുക്കല്ല അല്ലാ. അല്ലാഹുവേ ഞങ്ങൾ ചൊല്ലുന്ന ദിക്റിന്റെ ഹക്ക് ജാഉ ബർക്കത്ത് കൊണ്ട് അവരെ കടങ്ങളെ നീ വീട്ടി കൊടുക്കണം അല്ലാ, അവരെ പ്രയാസങ്ങൾ നീ തീർത്തു കൊടുക്കണം അല്ലാ, അവരെ മുസീബത്തുകളെ നീ തീർത്ത് സലാമത്തവർക്ക് നീ പ്രദാനം ചെയ്യണം അല്ലാ. ഞങ്ങൾ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ് അല്ലാ, ആക്സിഡന്റ് അപകട മരണങ്ങളല്ലാ ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാ. നടുറോട്ടിൽ നിന്ന് പെറുക്കിയെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന മയ്യത്താക്കി ഞങ്ങളെ മയ്യത്തിനെ നീ മാറ്റല്ല അല്ലാ, നീ മാറ്റല്ല തമ്പുരാനെ. ധാരാളം സഹോദരിമാരിന്റെ സഹോദരന്മാര് കമന്റ് ബോക്സിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ, എല്ലാ മജ്ലിസിന്റെ അടിയിലും കമന്റ് ബോക്സിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. അവരെ മുറാദിനെ നീ ഹാസിലാക്കണേ അല്ലാ, അവരുടെ ഉദ്ദേശങ്ങൾ നീ സഫലീകരിച്ചു കൊടുക്കണേ അല്ലാ, അവരുടെ പ്രയാസങ്ങൾ നീ തീർത്തു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ അവർക്കും ഞങ്ങൾക്കും നീ റാഹത്ത് പ്രദാനം ചെയ്യണേ അല്ലാ, ഐശ്വര്യം ഞങ്ങളുടെ ജീവിതത്തിൽ നിറക്കണേ അല്ലാ. ധാരാളം ആളുകൾ ഞങ്ങളിൽ നിന്ന് മൗത്തായി പോയി അല്ലാ, ഞങ്ങളെ മജ്ലിസ് കണ്ടുകൊണ്ടിരുന്നവര്, കഴിഞ്ഞ വർഷം നമ്മളെ മജ്ലിസിൽ പങ്കെടുത്തവര് ഇന്ന് ഖബറിലാണ് അല്ലാ, 6 അടി മണ്ണിലാണ് തമ്പുരാനെ. അവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ, അവരെ ഖബറിടം നീ റാഹത്തിലാക്കണേ അല്ലാ, സ്വർഗ സന്തോഷപൂരിതമാക്കണേ അല്ലാ. സ്വർഗത്തിനൊരു ഫിറാശ് അവരെ ഖബറിലേക്ക് നീ വിരിപ്പിച്ചിട്ട് കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ 10 മാസം നൊന്ത് പ്രസവിച്ച് മാറോടണച്ച മിഞ്ഞ പാല് തന്ന പൊന്നാര പൊന്നുമ്മ ഇന്ന് ഖബറിലാണ് അല്ലാ. അല്ലാഹുവേ ഞങ്ങൾ ചൊല്ലുന്ന എല്ലാ ദിക്റുകളും പൊന്നുമ്മാന്റെ ഖബറിലേക്ക് അതിന്റെ മിസ്ല സവാബ് നീ എത്തിക്കണേ അല്ലാ, എത്തിക്കണേ അല്ലാ. ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ അല്ലാ, ഉമ്മാക്ക് മാപ്പ് ചെയ്യണേ അല്ലാ. അല്ലാഹുവേ ഉമ്മ ചെയ്ത ജീവിതകാലത്ത് ചെയ്ത എല്ലാ അമാലുകളും ഖബറിൽ കൂട്ടാളിയാക്കണേ അല്ലാ, ഖബറിൽ കൂട്ടാളിയാക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾ ഈ നിലയിലാവാൻ വേണ്ടി മെഴുകുതിരി ഒരുക്കി തീർന്നതുപോലെ ഒരുക്കി തീർന്ന പൊന്നാര
പൊന്നുപ്പ ഇന്ന് ഖബറിലാണ് അല്ലാഹ്. ഉപ്പ ഇന്ന് ഖബറിലാണ് തമ്പുരാനെ. ഉപ്പാക്ക് പുറത്തു കൊടുക്കണല്ലോ. ഉപ്പ ചെയ്ത എല്ലാ അമാലുകളും ഖബറിൽ കൂട്ടാളിയാക്കണല്ലോ. ഖബറിൽ കൂട്ടാളിയാക്കണല്ലോ. ഉപ്പാന്റെ ഖബർ കണ്ടെത്താ ദൂരത്തോളം നീ വിശാല നൽകണല്ലോ. വിശാല നൽകണല്ലോ. വിശാല നൽകണേ തമ്പുരാനെ. റഹ്മുർ-റഹീമീനായ അല്ലാഹ്, ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളും അതുപോലെ മൗത്താകുമല്ലോ. നിങ്ങളെ വീടിന്റെ ഇമ്മരപ്പടിയിൽ ഉണക്കക്കെട്ടിൽ ഞങ്ങളെ മലർത്തി അങ്ങ് കെടുത്തുമല്ലോ. ഈ താടി തലയിലേക്ക് കെട്ടപ്പെടും, മൂക്കില് പഞ്ഞി തിരുകപ്പെടുമല്ലോ. ആ സമയത്ത് മുഖത്തീമാനിന്റെ പ്രഭ നൽകണമല്ലോ. മുഖത്തീമാനിന്റെ പ്രഭ നൽകണമല്ലോ. മുഖത്തീമാനിന്റെ പ്രഭ നൽകണമല്ലോ. ഞങ്ങളെ ജനാസയും ചുമന്ന് വയ്യോരങ്ങളിലൂടെ കൊണ്ടുപോകുന്ന സമയത്ത് ഖദ്ദിമൂനി എന്ന് പറയുന്ന ജനാസകളിൽ ഞങ്ങളെ ജനാസയെ ചേർക്കണമല്ലോ. ഞങ്ങളെ ജനാസയെ ചേർക്കണമല്ലോ. ഞങ്ങളെ ജനാസയെ ചേർക്കണേ തമ്പുരാനെ. ഊരക്ക് മുണ്ടിട്ട് ഞങ്ങളെ ഖബറിലേക്ക് ഇറക്കി വെക്കും. ഈ കവിള് മണ്ണിനോട് ചേർക്കപ്പെടുമല്ലോ. ഖബറിൽ രക്ഷ നൽകണമല്ലോ. നിന്റെ മലാക്കന്മാരുടെ സഹായം ഖബറിൽ നൽകണമല്ലോ. നീ നൽകണമല്ലോ. തേളുകൾക്കും പാമ്പുകൾക്കും പുഴുക്കൾക്കും പകരം ഞങ്ങൾ ചെയ്ത അമാലുകളെ കൂട്ടാളിയാക്കണമല്ലോ. അമാലുകളെ കൂട്ടാളിയാക്കണേ തമ്പുരാനെ. റഹ്മുർ-റഹീമീനായ അല്ലാഹ്, ഉപ്പാപ്പ അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുകരങ്ങളിൽ നിന്നും ഹൗദുൽ കൗസർ കുടിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്. ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുക്കല്യാണം രണ്ട് കണ്ണുകൊണ്ട് കാണാൻ ഏറ്റമേറ്റം ഉദവി നൽകണേ അല്ലാഹ്. ഏറ്റമേറ്റം ഉദവി നൽകണേ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മിൻ സവാലിൽ ഈമാൻ വമിൻ ശർരി ശൈത്താൻ വമിൻ ളുൽമി സുൽത്താൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.